നമസ്കാരം. ദാ വന്നു ദാ പോയി എന്ന് പറഞ്ഞതുപോലെയായി കൊക്കോ വില. കഴിഞ്ഞ ഒരു മാസമായി കാർഷിക മേഖലയിലെ ഏറ്റവും വലിയ ചർച്ചയും പ്രതീക്ഷയുമായിരുന്നു കൊക്കോ വിലക്കയറ്റം. കിലോയ്ക്ക് 180 നിന്ന് തുടങ്ങി 1050 തിരിച്ചിപ്പോൾ 600 മുകളിൽ എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം കർഷകരാകെ കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണ്, പ്രത്യേകിച്ചും പുതുതായി കൊക്കോ കൃഷി തുടങ്ങണോ എന്ന കാര്യത്തിൽ. ഇപ്പോഴത്തെ കൊക്കോ വിലക്കയറ്റത്തിന് കാരണം നമ്മളേവർക്കും അറിയാവുന്നതുപോലെ തന്നെ ചരക്ക് ക്ഷാമം മൂലം വിദേശത്തെ വിലക്കയറ്റം തന്നെ. ഒപ്പം വലിയ തോതിൽ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിലുണ്ടായ ഊഹക്കച്ചവടവും കൊക്കോയെ പുതിയ ഉയരങ്ങളിലെത്തിച്ചു. ഇനി അടുത്തതെന്ത്? സ്വാഭാവികമായും അഭൂതപൂർവമായ വിലക്കയറ്റം ഏകദേശം നിലച്ചിരിക്കുന്നു. ഇനി പതിയെ 300-350 കൊക്കോ വില എത്തിച്ചേരും. ഏതാനും വർഷങ്ങളിലേക്ക് ഈ വില വലയത്തിനുള്ളിൽ കൊക്കോ വില ചുറ്റിക്കറങ്ങാനാണ് സാധ്യത. പിന്നീട് നമുക്ക് മുതലാകാത്ത വിലയിലേക്ക് കൊക്കോ വില എത്തിച്ചേർന്നാലും അത്ഭുതപ്പെടേണ്ട. കാരണം ഏറ്റവും പുതുതായി ഒരു നൈജീരിയൻ ഇഫക്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതായത് ലോകത്ത് കൊക്കോ ഉൽപ്പാദനത്തിൽ 3-ാം സ്ഥാനത്തുള്ള നൈജീരിയ, അവരുടെ കറൻസിയായ നൈറയിൽ കുത്തനെയുണ്ടായ ഡീവാല്യൂഷൻ അവർക്ക് കൊക്കോ സ്വർണം പോലെ ലാഭകരമായി. ഇപ്പോൾ ഇവിടെ 1 കിലോ കൊക്കോക്കായ്ക്ക് 630 രൂപ കിട്ടുമ്പോൾ അവർക്ക് 10,000 രൂപയ്ക്ക് മുകളിൽ കിട്ടുന്നു. സ്വാഭാവികമായും ഇപ്പോൾ നൈജീരിയയിൽ കൊക്കോ കൃഷി അക്ഷരാർത്ഥത്തിൽ കാട്ടുതീ പോലെ പടരുകയാണെന്നാണ് ബിസിനസ് ഡേ പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഡീഫോറസ്റ്റേഷൻ നിയമങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ശക്തമാക്കിയിരിക്കുന്നതിനാൽ ലാഭകരമല്ലാത്ത മറ്റ് വിളകൾ ഒഴിവാക്കിയാണ് കൊക്കോയുടെ ഇപ്പോഴത്തെ കടന്നുകയറ്റം. ഇതിനോടൊപ്പം കൊക്കോ ഉൽപ്പാദനത്തിൽ ലോകത്ത് മുൻപന്തിയിലുള്ള കോസ്റ്ററിക്കയും ഘാനയുമെല്ലാം പുതിയ കൊക്കോ തോട്ടങ്ങൾ, അതും അത്യുൽപാദന ശേഷിയുള്ളവ, യുദ്ധകാലാടിസ്ഥാനത്തിൽ വച്ചുപിടിപ്പിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള പ്രകൃതി ദുരന്തങ്ങളോ രോഗകീടാക്രമണങ്ങളോ ഉണ്ടായില്ലെങ്കിൽ കൊക്കോയിൽ അവർക്ക് നഷ്ടമായ പ്രാധാന്യം അവർ ഏതാനും വർഷങ്ങൾക്കകം തിരിച്ചു പിടിക്കും. നമ്മുടെ നാട്ടിലും കൊക്കോ കൃഷി വ്യാപനത്തിനുള്ള മുന്നൊരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ട്. ആന്ധ്ര സർക്കാർ കൊക്കോ നഴ്സറികൾക്ക് പ്രത്യേക പാക്കേജ് തയ്യാറാക്കി കഴിഞ്ഞു. കർണാടകയും മോശമല്ല, കൊക്കോ കർഷകർക്ക് പരമാവധി പ്രോത്സാഹനം നൽകുന്നു. കേരളത്തിൽ മണ്ണൂത്തി കാർഷിക നഴ്സറിയിൽ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടാകാത്തത്ര അന്വേഷണങ്ങളാണ് കൊക്കോ തൈകൾക്ക് ഇപ്പോൾ ദിനം പ്രതി എത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വകാര്യ നഴ്സറിക്കാരും തൈകൾ തയ്യാറാക്കുന്നുണ്ട്. കാഡ്ബറിയും തൈകൾ കൃഷിക്കാരിലേക്ക് എത്തിക്കാൻ പോകുന്നു. ഒപ്പം നിലവിൽ കൊക്കോ കൃഷിയുള്ള കർഷകർ നല്ല പരിചരണം കൊടുത്ത് പരമാവധി വിളവ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. ആഭ്യന്തര വിപണിയിൽ കൊക്കോയുടെ ആവശ്യം വളരെ വലുതാണ്. 1,00,000 ടണ്ണിന് മേൽ ഇറക്കുമതി നടക്കുന്നു. അതിലൊരു നിയന്ത്രണം ഉണ്ടായില്ലെങ്കിൽ 2-ാം കൊക്കോ വിപ്ലവം 1975-ലേതുപോലൊരു ദുരന്തമാകാതെ കർഷകർ ശ്രദ്ധിക്കുക. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.